സർക്കാരുകളുടെ സർവീസ് സംഘടനകളുടെ സമര പരമ്പര വരികയാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരമ്പര തുടങ്ങി വെച്ചിരിക്കുന്നത് കേരള NGO അസോസിയേഷനാണ്. ഇനി NGO യൂണിയൻ്റെ സമരം വരുന്നു, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ KGOയുടെ സമരം വരുന്നു, പിന്നെ BMSൻ്റെ സമരം വരുന്നു, BMSൻ്റെ സംഘടനയുടെ CPI സംഘടനയുടെ സമരം വരുന്നു. ഒരുപാട് ആളുകളുടെ സമരങ്ങൾ ഇനി വരാൻ തുടങ്ങി. അപ്പോൾ എന്താ അവരുടെ ഡിമാൻഡുകൾ? ഒന്ന്, DA കിട്ടുന്നില്ല, പറ്റിച്ചു, വഞ്ചിച്ചു. ഞങ്ങൾ ഒരു NGO അസോസിയേഷൻ്റെ നേതാവിൻ്റെ ഒരു ബൈറ്റ് ഞങ്ങളുടെ സുഭാഷിത ചാനലിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുകയും വേണം. ഇപ്പുറത്ത് ഭരണകക്ഷി അനുകൂല സംഘടനകളുടെ ബൈറ്റ് കിട്ടിയാൽ അത് ഞങ്ങൾ കൊടുക്കും. അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുപ്പിച്ച് തന്നാൽ അത് നമ്മൾ കൊടുക്കാം, അതിനകത്തൊന്നും തർക്കമില്ല. നമുക്ക് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒന്നുമില്ല, ഒറ്റ കക്ഷിയേ ഉള്ളൂ. ജനങ്ങളുടെ കാര്യങ്ങൾ പറയുക. അപ്പോൾ ശമ്പള പരിഷ്കരണം വരുമോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എല്ലാവരും ഒന്ന് കാത്തിരിക്കുക, ബഡ്ജറ്റ് വരട്ടെ. വളരെ അടുത്ത ദിവസങ്ങളിൽ ജനുവരി 29 ആവാനായി, 29-ന് ബഡ്ജറ്റ് വരും. അപ്പോൾ ബഡ്ജറ്റ് വരുമ്പോൾ അതിനകത്ത് ഉള്ളതെല്ലാം പറയും. അതിന് മുമ്പ് ചിലപ്പോൾ 2 ദിവസം ഒരാഴ്ച മുമ്പ് അങ്ങനെ DA കയറി പ്രഖ്യാപിക്കുമോ എന്നറിയില്ല, അത് വരാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ അങ്കണവാടിക്കാർക്ക് 1000 രൂപ അനുവദിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് 1000 രൂപ അങ്കണവാടിക്കാർക്ക് അനുവദിച്ചുകൊണ്ട്, ഞാൻ സർവീസ് മാറ്ററുകൾ പറയുന്നത് കൊണ്ട് അതും കൂടി പറയുന്നതാണ്, 1000 രൂപ അങ്കണവാടിക്കാർക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് കഴിഞ്ഞ സംസ്ഥാന ഗവൺമെൻറ് കുറഞ്ഞ ദിവസം മുമ്പേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പേ 1000 രൂപ അനുവദിച്ചു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അപ്പം മൊത്തത്തിൽ 2000 രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു മോശമല്ല, ഒരു തുക കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരുടെ സേവന വേതന കാലയളവൊക്കെ നോക്കുകയും പ്രശ്നങ്ങളൊക്കെ നോക്കിയാൽ ചെറിയ തുകയാണ്, അത് കൊടുത്താൽ പോരാ. 10,000 രൂപയെങ്കിലും കൊടുക്കേണ്ടതാണ്. പക്ഷേ 2000 രൂപ അവർക്ക് അനുവദിച്ചു, പോട്ടെ, അതവിടെ നിൽക്കുന്നു. DA കിട്ടുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മിറ്റി, ജ്യോതിലാൽ കമ്മിറ്റി എന്ന് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് എപ്പോൾ നടപ്പിലാക്കും? അടുത്ത ചോദ്യം, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അഷ്വേർഡ് പെൻഷൻ എന്താണെന്ന് ഇതുവരെ അതിൻ്റെ കൺസെപ്റ്റ് നോട്ട് അവർ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് പിൻവലിക്കുമോ ഇല്ലേ എന്നൊരു സംശയത്തിൽ നിൽക്കുകയാണ്. മെഡിസെപ്പ് എന്തായാലും ഓപ്ഷൻ ആക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. മിക്കവാറും അത് ഓപ്ഷൻ ആക്കിയാലും അത്ഭുതമില്ല. ഇതിനിടയിൽ സർക്കാർ കരാർ ജീവനക്കാരെ ഒത്തിരി പേരെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അത് പക്ഷേ കോടതിയിലേക്ക് പോയിരിക്കുകയാണ് പലരും. അതിൻ്റെ പ്രശ്നങ്ങൾ നടക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സർവീസ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഓരോ വിഷയങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഈ ഫിറ്റ്മെൻറ്റ് അലവൻസും സർവീസ് വെയിറ്റേജിനെ കുറിച്ച് NGO അസോസിയേഷൻകാർ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അത് അത് കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ അത് കിട്ടുമോ എന്നറിയില്ല. ലീവ് സറണ്ടർ വീണ്ടും ഒരു പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അതും വലിയൊരു ചർച്ചയാവുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വളരെ അടുത്ത മാസങ്ങൾ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ കൊണ്ട് സർവീസ് സംഘടനകൾ ഒന്നാകെ കേരളത്തിൽ സമര തിരമാല തന്നെ വരികയാണ്. ആ തിരമാലയിൽ സർക്കാർ കാര്യങ്ങൾ പ്രഖ്യാപിക്കുമോ? അതിൽ ഭരണപക്ഷ തിരമാലയും വരുന്നുണ്ട്, പ്രതിപക്ഷ തിരമാലയും വരുന്നുണ്ട്. അത് സുനാമി ആകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സെക്രട്ടേറിയറ്റ് വളയൽ പരിപാടി വരെ വച്ചിരിക്കുകയാണല്ലോ ഈ സംഘടനകൾ.